ചെക്ക് ചെയ്യാൻ പോണ ഗൈസ്. വർക്കൗട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പമ്പ്. ഹലോ എവരിവൺ. സോ നമ്മള് പുതിയ സംഭവം ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് മേലെ വെച്ച ട്രൈപോഡാണ്. ഇത് നമ്മൾ താഴത്തേക്ക് കൊടുന്നു. മേലെ ഇപ്പം നമ്മൾ റിംഗ് ലൈറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് കിട്ടിയാണ്. അപ്പം ഞാൻ അതേ മേലെ യൂസ് ചെയ്യുക. ഇതിഞ്ഞു നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ കൊണ്ടുപോകാൻ പോവാണ്. ജിമ്മിൽ കൊണ്ടുപോകും, പക്ഷെ എടുക്കാൻ കഴിയുമെന്നില്ല അറിയില്ല. കാരണം എനിക്ക് ജിമ്മിൽ നിന്ന് വീട് എടുക്കാൻ ഭയങ്കര ഷൈയാണ്, ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. അപ്പോൾ എന്താ ചെയ്യുക, എന്നാലും ഞാൻ മാക്സിമം എടുക്കാൻ നോക്കലുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ മിററിലൊക്കെ എടുക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുപ്പിക്കും. പക്ഷെ എപ്പോഴും നമുക്ക് എടുപ്പിക്കാൻ ഒരു മടിയാണല്ലോ എല്ലാവരും കൊണ്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കലില്ല സാധാരണ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം എടുക്കാം. എന്തായാലും ഇതുകൊണ്ട് പോകും. എടുക്കാൻ പറ്റാറില്ല, പക്ഷെ എന്നാലും എനിക്ക് ഫുൾ വീഡിയോ ഒന്ന് എടുക്കണമെന്നുണ്ട്, ലോങ് വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ മൈക്ക് വാങ്ങി, ഫോണ് ഐഫോൺ 13 Pro ഉള്ളത് 13 Pro Max ആക്കി, ബാറ്ററി കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുത്തി. പിന്നെ ഇവിടെ ലൈറ്റ് കുറവാണ്, അതുകൊണ്ട് നമ്മളിവിടെ ഒരു ബൾബൊക്കെ വെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ വർക്കൗട്ട് ചെയ്തപ്പോൾ ഒരാഴ്ചൻ്റെ മേലായി. നമ്മൾ ആംസിന് സൈസ് കണ്ടോ, ഈ ലെവലിലേക്ക് എത്തിക്കണം. ഒന്ന് വേറെ ചാലഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആംസിന് സൈസ് നമ്മൾ വർക്കൗട്ട് മുന്നേ അതേപോലെ വർക്കൗട്ടിന് ശേഷം എത്രത്തോളം കൂടുണ്ട് എന്നുള്ള കാര്യം നോക്കാൻ പോവാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ പ്രീ വർക്കൗട്ട് കുടിക്കാൻ പോവാണ്. അതിനായിട്ട് പ്രീ വർക്കൗട്ട് ഉണ്ട്, ഒരു ഗ്ലാസ് ഉണ്ട്, അതിക്ക് വെള്ളം പാർന്ന് പ്രീ വർക്കൗട്ട് കുടിക്കാം. നമുക്ക് വേറെ മണിക്കൂർ അതിൻ്റെ വർക്കൗട്ടേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ചോറ് വെച്ചത് ഒരു 3-3:30 അപ്പം 4-5 മണിയായി. ഒരു 5:30 ആകുമ്പം കഴിച്ച ഫുഡൊക്കെ ഏകദേശം ഡൈജസ്റ്റ് ആവും. നമുക്ക് റെഡി ടു ഗോ കണ്ടീഷൻ ആവും, വർക്കൗട്ട് ചെയ്യാൻ കണ്ടീഷൻ ആവും. കട്ട പിടിച്ചു, കട്ട ഒരു കട്ടമില്ല, നല്ല വൈറ്റ് കളറുണ്ട്. വർക്കൗട്ട് ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, കുറച്ചായിട്ടുള്ളൂ. ഇവിടെ കൊളാബ് കിട്ടിയ ശേഷം മാത്രം. അതുവരെ ഞാൻ പ്രീ വർക്കൗട്ട് യൂസ് ചെയ്തില്ല. കോഫി ആൻഡ് ബനാന ആയിരുന്നു എൻ്റെ മെയിൻ പ്രീ വർക്കൗട്ട്. പക്ഷെ അതിപ്പം കുടിച്ചിട്ട് കുറേ ആയി. കാരണം ഇതുണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് മെല്ലെ സ്കിപ്പ് ചെയ്യും. ഞാൻ സ്പൂൺ എടുത്ത് വരാം. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ബാഡ് ടൈംസ് ആണ്. നമുക്ക് നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ഓരോ പ്രശ്നങ്ങളായി വന്നുകൊണ്ടേ ഇരിക്കണം. ആ ഒരു IPC കോമ്പറ്റീഷൻ കഴിഞ്ഞ ശേഷം ബോഡി നല്ല രീതിക്ക് വീക്കായി. നമ്മളെ മസിൽ മാസ് കുറഞ്ഞു. അതേപോലെ തന്നെ അനിയത്തിനോടെ അപ്പം മസിൽ മാസ് കുറഞ്ഞു, നമ്മുടെ സ്ട്രെങ്ത് കുറഞ്ഞു, ഒക്കെ കുറഞ്ഞു. രണ്ടാമത് അതൊക്കെ കയറ്റി കൊണ്ടുവരണം. കയറ്റി കൊണ്ടുവരാൻ കഴിയുന്നില്ല കാര്യങ്ങൾക്ക് കോൺഫിഡൻസ് ആണ്, 100% ഷുവറാണ്. അപ്പം പെട്ടെന്ന് കഴിയില്ലാത്ത കാര്യം എല്ലാവർക്കും മനസ്സിലാക്കുക. ടൈം എടുക്കും, എന്തായാലും ടൈം എടുത്ത് സെറ്റാക്കി കൊണ്ട് വരുന്നില്ല കാര്യം ഉറപ്പാണ്. അപ്പം അതിൻ്റെ ആ ജേണി ഫുൾ എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കണം. അപ്പം അതിന് നമ്മൾ മാക്സിമം വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും, നമ്മൾ ജേണി ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇപ്പോഴത്തെ പർപ്പസ് എന്താണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരും. അതായത് ബൾക്കിങ് എന്താണ്, അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. കാരണം നമുക്ക് മസിൽ ഉണ്ടാക്കൽ ഗ്രോത്ത് ബൾക്കിംഗ് ടൈമിലാണ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ഈ കട്ടിങ് ടൈം അതേപോലെ ഈ ഫാറ്റ് കുറച്ച് കാണുന്ന മസിൽ ഉണ്ടാക്കുക ആ പരിപാടിയൊക്കെ നടക്കും, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. കൂടുതൽ സമയത്ത് നടക്കില്ല. ഞാൻ ശരിക്കും അനുഭവിച്ച സംഭവമാണ്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ പോകുന്നില്ല കാണാം. ഇന്ന് നമുക്ക് ആംസ് നമ്മുടെ ബൈസൺ പ്രൈസ് കളിക്കാണ്ട് ഇവിടെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം നമ്മുടെ ബൈസൺ സൈസ്. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ. ഈ പ്രീ വർക്കൗട്ട് കുടിച്ചിട്ട് നമ്മൾ ജിമ്മിൽ പോകും. അവിടെ നിന്ന് ക്രിയേറ്റിൻ എടുക്കാണ്ട് 2 മണി കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പമ്പ് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്രീ വർക്കൗട്ട് കുടിച്ചു, നമ്മൾ മെഷർ ചെയ്ത് നോക്കാം നമുക്ക് എത്ര സൈസ് എത്ര ഉണ്ട് നോക്കാൻ പോകുന്നത്. സെൻറ്റിമീറ്ററിലാണ്. സെൻറ്ററിൽ ഏകദേശം സെൻറ്ററിൽ വെച്ചാണ് നമ്മൾ അളവ് നോക്കണം. 35 സെൻറ്റിമീറ്റർ. 35 സെൻറ്റിമീറ്റർ പറയുമ്പോൾ 35 സെൻറ്റിമീറ്റർ ഫ്ലെക്സ് ചെയ്യാം കേട്ടോ. ഉണ്ടോ, ഫ്ലെക്സ് ചെയ്യാതെ 35 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫ്ലെക്സ് ചെയ്യുമ്പോൾ അത് പൊങ്ങിയിട്ട് ഏകദേശം ഒരു 39 ഫ്ലെക്സ് ചെയ്യുമ്പോൾ 39 അപ്പോൾ 35 ഫ്ലെക്സ് ചെയ്യാതെ 39 ഫ്ലെക്സ് ചെയ്യുമ്പോൾ 35 വരുമ്പോൾ
ഒരു 13.25 ഇഞ്ച്, 14 ഇഞ്ചിൻ്റെ അടുത്ത്. ഫ്ലെക്സ് ചെയ്യുമ്പോൾ 15.5, 14-15 ഇഞ്ച്, 14 ഇഞ്ചിൻ്റെ 15 ഇഞ്ചിൻ്റെ ഇടയിലാണ് എൻ്റെ ബൈസെപ്സിൻ്റെ സൈസ്. കളിക്കാതെ, അതായത് വിത്തൗട്ട് എനി പമ്പ് 14-15. അത് പമ്പ് ഫ്ലെക്സ് ചെയ്യാതെ 14, ഫ്ലെക്സ് ചെയ്തിട്ട് 15. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. 39 സെൻറ്റിമീറ്ററും 35 സെൻറ്റിമീറ്ററും, 35-39. ഓക്കെ. അപ്പോൾ നമ്മളിത് കൊണ്ടുപോകും. വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. ഓക്കെ. നമ്മൾ ജിമ്മിൽ ഇറങ്ങിയപ്പോൾ ഇതാക്കണം. ഇവിടെ നമ്മളെ വണ്ടിപ്പം കടന്നുറങ്ങാം. അക്കോ മാറിക്കോ, കാക്ക ജിമ്മിൽ പോകണം. അക്കോ ഇറങ്ങ നമ്മൾ കുട്ടികളുണ്ട് കേട്ടോ അവിടെ. ഇറങ്ങിക്കോട്ടെ. നമുക്ക് അക്കുവിനെ സ്ഥലം മാറ്റണം. കാരണം നമുക്ക് ജിമ്മക്ക് പോകണമെങ്കിൽ വണ്ടി വേണ്ടേ. അക്കുവോ കാക്ക ജിമ്മക്കാണ്. അക്കോ ഇറങ്ങ്, ജിമ്മക്കോട്ടെ. അക്കോ ഇറങ്ങക്കോ. എന്താക്കോ നല്ല കുട്ടിയല്ലേ. ഇറങ്ങി കമോൺ ഇറങ്ങ്. ജിമ്മക്ക് വേണം, വർക്കൗട്ട് ചെയ്യണം. അക്കോ ജിമ്മക്ക് വേണം. ഇറങ്ങ്. ഇല്ലേ പച്ച പിടിച്ചിക്കണ്. അങ്ങ് ഓ ഇല്ല, മോളെ സ്ഥലമാണ്. എന്തടി അടി ഇറങ്ങടി. ഏയ് പോകും. അങ്ങ് മാതല മേ എടുക്കാൻ ബൈക്കില്ല. മാതലടി സീറ്റ് കാടും. ഇറങ്ങ. ഇതല്ലാത്തതായത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണ. ഇറങ്ങി എനിക്ക് കേൾക്കോ. ഇതെന്ത് പറ്റിക്കണ്ടോ. ഇങ്ങനെ വാശി പിടിക്കാത്താണ്, എന്തോ ഒരു വാശി. നോക്കോ. നല്ല കുട്ടി. ആയി വാ, അടിപൊളി. മക്കളെ ജിമ്മ പോവാൻ ട്ടോ. നിങ്ങളുണ്ടോ? ലേസി പീപ്പിൾ, ലേസി അക്കു, ലേസി ഫിഷസ്. ഫിഷസ് വലുതായി കണ്ടോ. സിലോപ്പി കുട്ടിയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ജിമ്മ പോവാം. ഇപ്പം ഞങ്ങൾ പാമ്പ് കഴിഞ്ഞു, സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ടിങ്ങിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പാമ്പ് എക്സസൈസ് ആയതുകൊണ്ട് പുള്ളപ്സ് എന്നുള്ളത് സാധാ പുള്ളപ്സ് അല്ല, ചിന്നപ്സ്. ഈ കൊടുക്കാം, അല്ലെങ്കിൽ ഈ കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നേ കൊടുക്കാം. നമ്മൾ ഇപ്പം കൊടുക്കാൻ പോകുന്നത് ഇതാണ്, ഹാമർ ഗ്രിപ്പ്. മറ്റേ ഗ്രിപ്പിൽ കുറച്ച് വൈഡ് കൂടുതലാവും, അപ്പോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഗ്രിപ്പ് കൊടുക്കും. പിന്നെ ട്രൈസെപ്സിന് മാത്രമാണ് നമ്മൾ ഡിപ്സും ചെയ്യും. ഡിപ്സ് ഡിപ്സ് തന്നെ ചെയ്യാം. അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യും. ആദ്യം നമുക്ക് പുള്ളപ്പ് എടുക്കാം. ഇത് നമ്മൾ ബൈസെപ്സ് ഫോക്കസ് ചെയ്യുക. അല്ല നമ്മൾ ബാക്കിന് ചെയ്യുമ്പോൾ പോലെ ബാക്ക് അല്ല ഫോക്കസ് ചെയ്യുക, ബൈസെപ്സ് ഫോക്കസ് ചെയ്യും. അത് ചെയ്യും. അപ്പം ഫെയിലർ വരെ നമ്മൾ ജസ്റ്റ് റെസ്റ്റ് കണക്കല്ല, നമ്മൾ ഫെയിലർ എടുക്കും, വീണ്ടും റെസ്റ്റ് എടുക്കും, ഫെയിലർ എടുക്കും, റെസ്റ്റ് എടുക്കും. അതെടുത്ത് മാക്സിമം ഒരു ഫുള്ള് ഡാമേജ് കൊടുക്കുന്ന രീതിക്ക് തന്നെ കൊടുക്കും. വാട്ടറിൻ്റെ കമ്മിയാണ്, ഇപ്പോൾ അതിൻ്റെ ചെറിയ പമ്പ് കമ്മി ഉണ്ടാവും. ഞാൻ നോക്കാം നമുക്ക് ഇപ്പോൾ പമ്പാവുന്നില്ല കാര്യം.
എടുക്കാണ്ട് എടുക്കുന്നവരുണ്ട്. കാരണം നമ്മൾ ഒരു 2 ആഴ്ചയായി കളിച്ചിട്ട്, പ്രത്യേകിച്ച് ബൈസെപ്സ് കളിച്ചിട്ട് 2 ആഴ്ച കളിക്കുന്ന നമ്മൾ ഒരു റെസ്റ്റ് എടുത്താണ് കളിക്കാൻ പോലെയാണ്. അപ്പോൾ അയാൾ റെസ്റ്റ് എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പെയിൻ ഉണ്ടാവും. അപ്പോൾ പെയിന് എന്തായാലും ഉണ്ടാവും. നമുക്ക് ലാസ്റ്റ് ഒന്നും എടുക്കാം. പിന്നെ ട്രൈസെപ്സിൻ്റെ വാം സെറ്റാണ്. പിന്നെ ഇത് നമ്മൾ ചെസ്റ്റിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോഡി ഫ്രണ്ട് ലീൻ ചെയ്യും ഇങ്ങനെ. പക്ഷേ ട്രൈസെപ്സിന് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യും, ആ ട്രൈസെപ്സ് ഫോക്കസ് ചെയ്താണ് പുഷ് ചെയ്യുക. ആയി വാ. ഇത് വാമ്പാ വന്ന് കഴിഞ്ഞാൽ കോപ്പറേറ്റ് അടിക്കും. ഇത് മാക്സിമം വോയിസ് ക്യാൻസലേഷൻ ഉണ്ട് ഇതിൽ. നോയിസ് ക്യാൻസലേഷൻ ഉണ്ടായതുകൊണ്ട് മാക്സിമം റെഡ്യൂസ് ചെയ്യും. പക്ഷേ അഥവാ സൗണ്ട് ഇപ്പോൾ കൂടുതൽ സൗണ്ടാണല്ലോ, അപ്പോൾ ചിലപ്പോൾ വരും ഉണ്ടാവും കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ ആണ് അത് നോക്കട്ടെ, അത് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ കാട്ടും, ചിലപ്പോൾ അങ്ങനെ ആക്കും. ഈ പറയുന്ന ഭാഗം മാത്രം ദേവനെ വോയിസ് ക്യാൻസലേഷൻ അടിച്ചാണ്ട് അതിന് അപ്പീൽ കൊടുത്തു. അത് അങ്ങനെ ചെയ്തൊന്നുമില്ല, എൻ്റെ കണ്ടൻസ് ഇതാണ്, ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യല്, ഞാൻ വോയിസ് ഓവർ കൊടുക്കല്. എന്താ പറ്റിയാലോ, നമ്മൾ ഈ ലോങ് വീഡിയോസ് ഇടുമല്ലോ, ആ ലോങ് വീഡിയോസ് ഇട്ട് ആ സെയിം സാധനം ഞാൻ എന്ത് കാട്ടി ഷോർട്സ് ആയിട്ട് അപ്പോൾ സെയിം കണ്ടന്റ് സെയിം സാധനം സെയിം വീഡിയോ 2 പ്രാവശ്യം വന്നു. അതുകൊണ്ടാണ് റീയൂസ് കണ്ടന്റ് ആണ് വന്നത്, ഇഷ്യൂ വന്നത്. ഓർക്കറിയില്ല, അതായത് ഓരോ വിചാരം വേറെ ആരും ഉപയോഗിച്ചാലല്ലേ കാരണം അതുകൊണ്ട് പോയതാണ്. പക്ഷെ ഒരാഴ്ച റെഡി ആയി കിട്ടി. ഞാൻ വിചാരിച്ചു 2 മാസം പിടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ റെഡി ആയി കിട്ടി. പേടിച്ചിനി, ഞാൻ ചെറുതായിട്ട് പേടിച്ചിനി, നല്ല പേടിച്ചു. നേരത്തെ ആണല്ലോ. വലൈക്കും അസ്സലാം. മതി, ഒരു സെറ്റ് എടുത്തു. ഇത് 2ാം സെറ്റാണ്. ജസ്റ്റ് നോക്കുക.
അപ്പൊ അടുത്ത് പുഷ്കമാണ്. പുഷ്ക നമുക്ക് 77 45 kg ആണ് ഇങ്ങോട്ട്. പുഷ്ക വലിയ വെയിറ്റ് ആവാണ്ട് നമുക്ക് ഒരു കാൽ ഫ്രണ്ട് ഒരു കാൽ ബാക്ക് കൊടുക്കും. എന്നിട്ട് പുഷ് ചെയ്യും. മെല്ലെ പൊക്കിയിട്ട് ട്രൈസെപ്സ് കൊണ്ട് പുഷ് ചെയ്യാം. ലാസ്റ്റ് ഒരു ചീപ്പ് ട്രപ്സ് ഉണ്ട്. അങ്ങനെ സ്റ്റാൻഡിങ് നമുക്ക് ഹാമർ കൊടുക്കാം ഉള്ളിലേക്ക്. നമ്മൾ കളിക്കാത്ത കളിയാണ്. ഓവർ ഹെഡിന് പകരം ഇത് കൊടുത്ത്, കാരണം ഓവർ ഹെഡ് അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ബാക്ക് പെയിൻ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന്മേ കൊടുക്കരുത്. ഇത് നമുക്ക് ലോങ് ഹെഡ് നല്ലോണം പ്രോബ്ലമായി കിട്ടുന്നുണ്ട് ഇതിന്മേ. ഡിപ്സ് ആദ്യം നമ്മൾ ഈ കാല് ഇതിലേക്ക് വെക്കും. എന്നുവെച്ചാൽ മാക്സിമം ട്രൈസെപ്സ് നമുക്ക് ഫോക്കസ് പോകാനാണ്. ട്രൈസെപ്സ് ഒന്ന് പുഷ് ചെയ്യാൻ നോക്കുക. കാല് എത്രത്തോളം അടുത്ത് വെക്കണോ അത്തോളം നമുക്ക് സപ്പോർട്ട് വരും. സപ്പോർട്ട് വരാതെ മാക്സിമം ട്രൈസെപ്സ് മാത്രം വെച്ച് ഫെയർ എടുത്തിട്ട്
എന്നിട്ട് എന്ത് ചെയ്യുക, കാലിന്ന് അടുത്തേക്ക് വെക്കുക. എന്നിട്ട് കാലിന് ചെറുതായി സപ്പോർട്ട് ചെയ്ത് കാണ്ട് അടിക്കുക. വെയിറ്റിലാകെ കിട്ടും. ആദ്യം അടിച്ച് നിൽക്കുകയാണ് നെറ്റീമേല്, അതുകൊണ്ട് നല്ല പിടുത്തുണ്ടാവും. മതി. സ്കേഴ്സിന് പകരം ഇത് ചെയ്യണം, മേലും താഴത്തേക്ക് ഫുള്ളായ. ഇത് ചിലപ്പോൾ ഡ്രോപ്പ് ഷോട്ട് അടിച്ചാണ്ട് ഫെയിൽഡ് വരെ ചെയ്ത് കാണ്ട് ഫിനിഷ് ചെയ്യും. അപ്പോൾ ആംസിൻ്റെ ഇത്രയ്ക്ക് ഉള്ളൂ. നമുക്ക് പമ്പ് നോക്കാം, അളന്ന് നോക്കാം. ഓണാക്കിയോ? ഓണാക്കിയല്ലേ? ഓണാക്കി കുറച്ചായോ? അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം ഗൈസ്. വർക്കൗട്ട് കഴിഞ്ഞു. പമ്പ് നോക്കാം. നോക്ക്, അത് നോക്ക്. പതിനാറ് ഇഞ്ച്. ഇതാ സൂമേ 16 ഇഞ്ച്, 16.5, 42 സെൻറ്റിമീറ്റർ. എത്രയാണെന്ന് അറിയോ? 39 39 42 10 സെൻറ്റിമീറ്റർ കൂടി. പമ്പില്ലാതെ 15 ഇഞ്ച്, 38 സെൻറ്റിമീറ്റർ. ഏത് അപ്പോൾ ഇതാണ് പമ്പ്. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് ഇതല്ലേ കുറച്ച് പമ്പാണുണ്ടല്ലേ, കുറച്ച് പമ്പാണുണ്ട്. മതി. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. വർക്കൗട്ട് കഴിഞ്ഞു. ഷോൾഡർ പമ്പ് ചെയ്തോണ്ടില്ലേ? പമ്പ് ചെയ്താൽ മതി. ശരിയില്ല, നമ്മളെ പൈസ തന്നെ വിളിച്ചാൽ ഷോൾഡർ കളിക്കണ്ട. അപ്പം അടുത്ത ഇതാണ് ലെഗാണ്. ലെഗ് കഴിഞ്ഞാൽ പിന്നെ ചെസ്റ്റും ബാക്കും കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ. അത് ലെഗ് കഴിഞ്ഞാൽ റെസ്റ്റ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെസ്റ്റും ബാക്കും. ഈ ചെസ്റ്റ് ബാക്ക് കഴിഞ്ഞ് വീണ്ടും റെസ്റ്റ് എടുക്കും. പിന്നെ ഷോൾഡർ കളിക്കുള്ളൂ, പിന്നെ ആംസ് കളിക്കുള്ളൂ. നോ പ്രോബ്ലം. ഇടയ്ക്ക് ആൾക്കാർ വന്നു പോയി കഴിഞ്ഞാൽ ആൾക്കാർ വൈറലായിക്കോളും. അത് മറ്റേ പിമ്പിൾ പാച്ചാണ്, കുരു പോവാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഡെഡിക്കേറ്റഡ് ക്ലയന്റ് എന്ന് വരുന്ന ക്ലയന്റാണ്. നല്ല ചിക്കനാണ്. നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പമ്പ് ചെയ്യണേ, പക്ഷെ പമ്പ് ചെയ്തില്ല. ജസ്റ്റ് പമ്പ് ചെയ്തില്ല. കുഴപ്പമില്ല, നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, ഫസ്റ്റത്തെ ആയതുകൊണ്ട് സീനില്ല. അതല്ലേ പൈസ കേട്ടോ. ഓ പത്ത്
പിന്നെ മറ്റേ കൊടുത്താം പിന്നെ മറ്റേ കൊടുത്താം മൂന്ന് സെന്റിമീറ്റർ കൂടി 2-3 സെന്റിമീറ്റർ കൂടി അത്രേ ഉള്ളൂ. നമുക്ക് ക്രിയേറ്റ് എടുക്കാണ്ട് നമ്മൾ ഇന്ന് വർക്കൗട്ടിന് മുന്നേ ക്രിയേറ്റ് എടുത്തില്ല. നമ്മൾ വർക്കൗട്ടിന് ശേഷമാണ് ക്രിയേറ്റ് എടുക്കുന്നത്. വെൽക്കോറിൻ്റെ ക്രിയേറ്റ് നമ്മൾ എടുക്കുന്നത് ക്രിയേറ്റ് മോണോറേറ്റ് പോസ്റ്റ് റെക്കോർഡ് എടുക്കണം. പോസ്റ്റ് റെക്കോർഡ് എടുക്കുമ്പോഴാണ് നമുക്ക് ഒന്ന് കൺവീനിയൻസ് കേട്ടോ. അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നുണ്ടല്ല. കൺവീനിയൻസ് നമുക്ക് പോസ്റ്റ് റെക്കോർഡ് എടുക്കുമ്പോഴാണ്. അപ്പോൾ അത് കുടിക്കും. അവിടെ ഫിനിഷ്. നമ്മൾ ജിം വിട്ട് പോയിട്ട് നല്ല രീതിക്ക് ഫുഡ് കഴിച്ചാണ്ട് കടന്നുറങ്ങും. ക്രിയാറ്റിനും പ്രോട്ടീൻ കുടിച്ചു. ഹലോ ഗായ്സ്, അപ്പോൾ ലേറ്റ് നൈറ്റ്, അതായത് 12 മണിയാവാനായി. നമ്മൾ കുറച്ച് ക്ലയൻസിനെ ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിനി. അപ്പോൾ അവർക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. സ്ലിപ്പ് കൊടുക്കാനൊക്കെ ഉണ്ടായിനി. അപ്പം അവർക്ക് കഴിച്ച് കൊടുത്തപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരെ വൈകി. നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട അപ്പം തന്നെ പഴം അതുപോലെ തന്നെ പ്രോട്ടീനും ക്രിയാറ്റിനും കുടിച്ചാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ലേറ്റായി. ഇപ്പം കുളിച്ചിപ്പം ഫ്രഷ് ആയിട്ടുള്ളൂ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. ഇവിടെ ആകെ ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയല്ലേ ഉണ്ടോ, ചപ്പാത്തിയും ചിക്കൻ കറിയും. അപ്പം നമുക്കത് പോരാ. അപ്പം എന്ത് കാട്ടി, മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ പോകണം. 5 മുട്ട പൊട്ടിച്ചു. അതിൽ ഒരു ഫുള്ള്, ബാക്കി ഫുള്ള് യെല്ലോ ഒഴിവാക്കിക്കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും. നാളെ രാവിലെ ഉമ്മ ഉണ്ടാക്കും, ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ മഞ്ഞ ഒഴിക്കാക്കാൻ കാരണം എന്ന് വെച്ചാൽ പിമ്പിൾസ് വരുന്നുണ്ട് നമുക്ക്. അപ്പം പിമ്പിൾസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എറണാകുളം പോയി വന്നപ്പോൾ തന്നെ നമുക്ക് പിമ്പിൾസ് കൂടി. എന്തായാലും ഓംലേറ്റ് ഉണ്ടാക്കുക. അത് കഴിച്ചിട്ട് നമുക്ക് കടന്നുറങ്ങും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു മീൽ കഴിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ 20 ഗ്രാം പ്രോട്ടീന്, അതുപോലെ തന്നെ കാർബ്സ്, കാലറീസ് ഒക്കെ മിസ്സാവും. അപ്പം അതിനനുസരിച്ചാണ് ചേഞ്ച് നമ്മുടെ ബോഡിയിൽ നാളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്, മസിൽ ബിൽഡിങ് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടാത്ത ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വരാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും കഴിച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ അതേപോലെ ഉണ്ടാക്കണം. ശരിക്കും ചിക്കൻ ഉണ്ടാവും വിചാരിച്ചാൽ വന്നത്, പക്ഷേ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും എഗ്ഗ് ഉണ്ടാക്കേണ്ടി വന്നു. അല്ലെങ്കിൽ സ്കൂപ്പ് പ്രോട്ടീൻ കുടിച്ചാലും മതി. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിക്കാണ്ട് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കുറേ കാലത്തിന് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും കമൻറ്റിൽ പറയാം. അതായത് ഓക്കെ ആണോ, അല്ലേ ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെ വരുത്താണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. നമ്മൾ അതിന് ചാനൽ ചേഞ്ചസ് വരുത്തും, ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.